പ്രൈസ് ദി ലോർഡ്. സ്വർഗീയ സന്ദേശം എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയ ദൈവമക്കളെ, ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്ന വിഷയം ദൈവത്തിൻ്റെ നിഴലിൽ നമ്മെ മറയ്ക്കുന്നു. ദൈവീക ചിറകിൻ്റെ മറവിൽ ദൈവത്തിൻ്റെ വലംകൈ പിടിച്ച് നമ്മെ സുരക്ഷിതമായി നമ്മെ മറയ്ക്കുന്ന ദൈവമാണ്. ജീവിതത്തിൻ്റെ മേഖലകളിൽ ഈ ഭൂമിയിൽ നമ്മളായിരിക്കുമ്പോൾ നമുക്ക് നിഴലായി, സങ്കേതമായി, കോട്ടയായി, നിലനിൽപ്പായി ആയിരിക്കുന്നത് ദൈവത്തിൻ്റെ ചിറകിൻ്റെ നിഴലാണ്. ദൈവീക കരം നമ്മെ പിടിച്ച് ദൈവീക ചിറകിൻ്റെ മറവിൽ മറച്ചിരിക്കുന്ന ഒരു ദൈവഭക്തന്റെ ജീവിതത്തിൻ്റെ മേഖലകളിൽ വീഴ്ചകളോ താഴ്ചകളോ തകർച്ചകളോ വന്നാലും തകർന്നു പോകാതെ, ഉടഞ്ഞു പോകാതെ ദൈവത്തിൻ്റെ വലങ്കരം കൊണ്ട് പിടിച്ചെഴുന്നേൽപ്പിച്ച് വീണ്ടും ബലത്തോടെ അവൻ്റെ ചിറകിൻ്റെ മറവിൽ മറച്ചു പിടിച്ച് സംരക്ഷിക്കുന്ന ദൈവമാണ് നമ്മുടെ ജീവനുള്ള ദൈവം. എല്ലാ മേഖലകളിലും ദൈവത്തിൻ്റെ കരമാണ് നമുക്ക് ആശ്രയമായും അനുഗ്രഹമായും ഇരിക്കുന്നത്. ഏതൊരു വ്യക്തിയുടെയും സഹായവും ഏതൊരു വ്യക്തിയുടെയും ചിറകിൻ്റെ മറവിലുള്ള സംരക്ഷണവും ഒരുപക്ഷെ അതൊരിക്കലും നമുക്ക് നിലനിൽക്കുന്ന ഒന്നല്ല. അതെല്ലാം ഒരല്പസമയത്തിൻ്റെ സഹായവും സംരക്ഷണവുമാണ്. പക്ഷെ ദൈവത്തിൻ്റെ കൈയുടെ ചിറകിൻ്റെ മറവിൽ, അതായത് ദൈവത്തിൻ്റെ കൈ കൊണ്ട് ദൈവീക കരങ്ങളിലായിരിക്കുന്ന നമ്മുടെ ജീവിതത്തിൻ്റെ മേഖലകളിൽ ഏതൊരു പ്രതിസന്ധികൾ കടന്നു വന്നാലും തളർന്നു പോകാതെ, ഭാരപ്പെട്ടു പോകാതെ, പതറിപ്പോകാതെ സ്വർഗത്തിലെ ദൈവം നമ്മെ ബലപ്പെടുത്തും. യെശയ്യാവിന്റെ പുസ്തകം 51-ാം അധ്യായം 16-ാമത്തെ വാക്യം: ഞാൻ ആകാശത്തെ ഉറപ്പിച്ച് ഭൂമിക്ക് അടിസ്ഥാനമിടുകയും സിയോനോട് നീ എൻ്റെ ജനമെന്ന് പറയുകയും ചെയ്യേണ്ടതിന് ഞാൻ എൻ്റെ വചനങ്ങളെ നിന്റെ വായിലാക്കി എൻ്റെ കൈയുടെ നിഴലിൽ നിന്നെ മറച്ചിരിക്കുന്നു. എൻ്റെ കൈയുടെ നിഴലിൽ ഞാൻ നിന്നെ മറച്ചിരിക്കുന്നു. ഏത് കൈയുടെ മറവിലാണ് നമ്മളായിരിക്കുന്നത്? ഈ ഭൂമിയിൽ പലരുടെ കരങ്ങൾ നമുക്ക് ആശ്രയമായിരിക്കും. പലരുടെ കരങ്ങളുടെ കീഴിൽ നമ്മൾ വളരുകയും സംരക്ഷിക്കപ്പെടുകയും ജീവിതം മുന്നോട്ട് കൊണ്ടുപോയാലും ഇവിടെ പറയുന്ന ഒരു കൈയുടെ നിഴലെന്ന് പറയുന്നത് ഉയരത്തിലെ ദൈവത്തിൻ്റെ കരത്തിൻ്റെ നിഴലാണ്. ഈ നിഴലിൽ അഭയം പ്രാപിച്ചിരിക്കുന്ന, ഈ കരത്തിൻ്റെ നിഴലിൽ ആശ്രയം വെച്ചിരിക്കുന്ന ഒരു ദൈവഭക്തൻ ഒരിക്കലും തളർന്നു പോകുവാൻ, ഒരു ദൈവഭക്തൻ ഒരിക്കലും ഭാരപ്പെട്ടു പോകുവാൻ സ്വർഗത്തിലെ ദൈവം അനുവദിക്കത്തില്ല. പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ ഞാനും എൻ്റെ മാതാവും ദൈവവേലയുടെ മുഖത്ത് നോർത്ത് ഇന്ത്യയിൽ ഒരു ഭാഗത്ത് കടന്നുപോയിട്ട് ഞങ്ങൾ മടങ്ങി വരുന്ന യാത്രയുടെ നടുവിൽ ജീവിതത്തിൻ്റെ മേഖലകളിൽ ഏതൊരു പ്രതിസന്ധിയിലും നമ്മെ കൈതാങ്ങുവാൻ ഇറങ്ങി വരുന്ന ദൈവത്തിൻ്റെ കരമാണ്. ആ സമയത്ത് ഞങ്ങളുടെ ജീവിതത്തിൽ ചില പ്രതിസന്ധികൾ വന്നപ്പോൾ ആ സമയത്ത് രക്ഷിക്കുന്ന ദൈവത്തിൻ്റെ വലങ്കരം ഇറങ്ങി വന്ന് കൈപിടിച്ച് ആ ചിറകിൻ്റെ മറവിൽ നമ്മെ മറച്ചത് അത് എത്രയോ അത്ഭുതകരമാണ്. കർണാടക എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റിൽ കടന്നുപോയിട്ട് തിരിച്ച് നാട്ടിലേക്കുള്ള മടക്കയാത്രയിൽ ട്രെയിൻ കയറാൻ നിൽക്കുമ്പോൾ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നും അടുത്ത പ്ലാറ്റ്ഫോമിലേക്ക് പോകുവാൻ സമയത്തിന് മുന്നമേ, ട്രെയിൻ വരുന്നതിന് തൊട്ട് മുന്നമേ അവിടെ എത്താൻ തക്കവണ്ണം കഴിയാത്ത രീതിയിൽ പുറകിലാക്കപ്പെട്ടു. പക്ഷേ ഓടി അതിൻ്റെ അടുക്കിലേക്ക് എത്തുമ്പോൾ സർവശക്തനായ ദൈവത്തിൻ്റെ കരം
ഉയരത്തുന്നൊരു വലങ്കരം പിടിച്ച് ആ പ്ലാറ്റ്ഫോമിൽ കൊണ്ടു നിർത്തി ആ ട്രെയിനകത്ത് കയറ്റിയ ദൈവത്തിന്റെ കരമാണ്. വലിയൊരു അനർത്ഥം അവിടെ സംഭവിക്കേണ്ട സ്ഥാനത്ത് വലിയവനായ ദൈവത്തിന്റെ കരം മനുഷ്യൻ ആർക്കും സഹായിക്കാൻ കഴിയാതെ നോക്കി നിൽക്കുമ്പോൾ ദൈവത്തിന്റെ കരം, കർത്താവേ നീ പ്രവർത്തിക്കണമെന്ന് ഒരു നിമിഷം പ്രാർത്ഥിക്കുമ്പോൾ ദൈവദൂതന്മാരുടെ സാന്നിധ്യം ഇറങ്ങി, ദൈവത്തിന്റെ കരമിറങ്ങി അവിടെ നിന്ന് രക്ഷിച്ച് നമ്മെ സുരക്ഷിതമായ ട്രെയിനിൽ കയറ്റിയത് ഒരു മനുഷ്യന്റെ കരമല്ല, ദൈവത്തിന്റെ കരമാണ്. പലരും ദൂരെ നിന്ന് കൈനീട്ടി ഓടി മാറുക എന്ന് പറയുന്നുവെങ്കിലും ആർക്കും നമ്മുടെ അടുക്കൽ ഇറങ്ങി വരാൻ കഴിയാതിരിക്കുമ്പോൾ നമ്മയെല്ലാം വിടിവിക്കുന്ന അത്യുന്നതന്റെ ചിറകിന്റെ നിഴലിൽ ആശ്രയം വെച്ചിരിക്കുന്ന ഒരു ദൈവഭക്തൻ ഉയരത്തിൽ അബ്ബാ പിതാവേ എന്ന് വിളിച്ച്, കർത്താവേ എന്ന് വിളിച്ച് ആ നിമിഷത്തിൽ ഏതൊരു മേഖലയിൽ ഒരു ഭക്തൻ നിലവിളിക്കുമ്പോൾ ഇറങ്ങി വന്ന് കരം പിടിച്ച് ആ ചിറകിന്റെ നിഴലിൽ മറച്ചു പിടിക്കുന്ന നമ്മുടെ ഉയരത്തിൽ അപ്പനാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മെ വിടുവിക്കാൻ ശക്തനായ ഒരു കരം, ഒരു അത്യുന്നതന്റെ ചിറകെന്ന് പറയുന്നത് നിഴല് സ്വർഗത്തിലെ ദൈവത്തിന്റെ കരമാണ്. ആ നിഴലിൻ കീഴിൽ നമ്മൾ ആയിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ശത്രുവായ നമ്മെ പതറിപ്പിക്കുവാൻ, തള്ളിക്കളയുവാൻ ശ്രമിച്ചാലും വലിച്ചിടുവാൻ നോക്കിയാലും നമ്മെ പിടിച്ചിരിക്കുന്നത് ഉയരത്തിലെ വലങ്കരമാണ്. നമ്മളെ താങ്ങിയിരിക്കുന്ന ഉയരത്തിലെ വലങ്കരമാണ്. നാം ഉയരത്തിലെ ദൈവത്തിന്റെ അത്യുന്നതന്റെ ചിറകിന്റെ മറവിൽ ആശ്രയം വെച്ച് വരുന്ന ഒരു ദൈവഭക്തന്റെ ജീവിതത്തിന്റെ മേഖലകളിൽ വീണു പോകുവാനും ഉടഞ്ഞു പോകുവാനും എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. ദൈവത്തിന്റെ നിഴലിന്റെ കീഴിൽ മറഞ്ഞിരിക്കുന്ന ഒരു ഭക്തന് ഏതൊരു ശത്രുവിനും തൊടുവാൻ ദൈവം അനുവദിക്കത്തില്ല. വീഴ്ചകളും പ്രതികൂലങ്ങളും പ്രതിസന്ധികൾ ആഞ്ഞടിച്ചാലും തളർന്നു പോകാതെ സ്വർഗത്തിലെ ദൈവം അത്യുന്നതന്റെ ചിറകിന്റെ നിഴലിൽ നമ്മെ മറച്ചു ചേർത്ത് പിടിക്കുന്ന ദൈവമാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നീ ഏതൊരു സാഹചര്യത്തിലും നിന്നെ ചേർത്ത് പിടിക്കുവാൻ ഒരു ചിറകില്ലയോ? നിന്നെ അണച്ചു പിടിക്കാൻ ഒരു ചിറകില്ലയോ? നിന്നെ മാറോട് ചേർത്ത് ആശ്വസിപ്പിക്കാൻ ഒരു ചിറകില്ലയോ? നീ ഭാരപ്പെടേണ്ട. നിന്നെ ചേർത്ത് പിടിക്കുന്ന, അണച്ചു പിടിക്കുന്ന, ആ നിഴലിൻ കീഴിൽ മറയ്ക്കുന്ന ഒരത്യുന്നതന്റെ ചിറക്, ഒരത്യുന്നതന്റെ കരം നിന്നോട് കൂടെയുണ്ട്. അത് സ്വർഗത്തിലെ ഉന്നതനായ ദൈവത്തിന്റെ കരമാണ്. ഒരൊറ്റ കാര്യം നീ ചെയ്യുക, കർത്താവായ യേശു ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വന്തം രക്ഷകനും രക്ഷിതാവും എന്ന് സ്വീകരിച്ച് ഒരു ദൈവ പൈതലായി തീർന്ന യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ച് ഏതൊരു പ്രതിസന്ധിയിലെ രക്ഷിപ്പാൻ കഴിയാതെ ജീവിതത്തിന്റെ മേഖലയിൽ ആർക്കും രക്ഷിക്കാൻ കഴിയത്തില്ല എന്ന് ചിന്തിക്കുന്ന സാഹചര്യത്തിൽ നീ മനുഷ്യനെ ആശ്രയിക്കാതെ ഉയരത്തിലെ അപ്പനെ നോക്കി, ഉയരത്തിലെ യേശുവിനെ നോക്കി, യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്ന നിന്നെ വിടിവിപ്പാൻ ഉയരത്തുനിന്ന് ഒരു ചിറകിന്റെ കരം ഇറങ്ങി വരും. അത് അത്യുന്നതനായ ദൈവത്തിന്റെ കരമാണ്. ആ കർത്താവ് നീ ആശ്രയിക്ക്. ദൈവത്തിന്റെ വചനത്തിൽ 91 സങ്കീർത്തനം അതിലൊരു അനുഗ്രഹിക്കപ്പെട്ട വചനമാണ്. അതിന്റെ 1 വാക്യം, അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ. അപ്പോൾ അത്യുന്നതിന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവർക്ക് സംരക്ഷിക്കപ്പെടുന്ന മണ്ഡലം. നിന്റെ ജീവിതത്തിൽ വേട്ടക്കാരന്റെ കെണികൾ ആഞ്ഞടിച്ചാലും അതിൽ നിന്നൊരു അത്യുന്നതന്റെ ചിറകിന്റെ കരം നിന്നെ വിടുവിക്കും. നിന്നെ മാനിക്കുന്ന ദൈവം, രാത്രിയിലെ ഭയം, പകൽ പറക്കുന്ന അസ്ത്രം, ഇരുട്ട് സഞ്ചരിക്കുന്ന മഹാമാരി, ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെ നീ പേടിക്കേണ്ട. കാരണം നമ്മളായിരിക്കുന്നത് അത്യുന്നതന്റെ ചിറകിന്റെ മറവിലാണ്. ആ ഉന്നതനായ ദൈവത്തിന്റെ നിഴലിൻ കീഴിൽ ആശ്രയം വെച്ചിരിക്കുന്ന ഒരു ഭക്തൻ പതറിപ്പോകുവാൻ, തളർന്നു പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല. ജീവിതത്തിൽ സിംഹത്തിന്മേൽ നീ അണലിമേലും നീ ചവിട്ടും ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും മെതിച്ചു കളയും. എന്നാൽ അവൻ എന്നോട് പറ്റിയിരിക്കുക, ഞാൻ അവനെ വിടുവിക്കും. ഒറ്റ കാര്യം, ഈ ഭൂമിയിൽ ആഞ്ഞടിക്കുന്ന പ്രതികൂലത്തെന്ന് വിടുവിക്കുന്ന സർവശക്തനായ ദൈവത്തോട് നീ ചേർന്നിരിക്കുക, പറ്റിയിരിക്കുക. വിടുവിക്കുന്ന ദൈവത്തിന്റെ കരം, ആ അത്യുന്നതന്റെ കരം ഇറങ്ങി വന്ന് നിന്നെ മറച്ചു പിടിച്ച്, നിന്നെ ചേർത്ത് പിടിച്ച് സംരക്ഷിക്കുന്ന ദൈവത്തിന്റെ കരമാണ്.
എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ആശ്രയമായ ആ ദൈവത്തിന്റെ ചിറകിന്റെ കീഴിൽ, ആ നിഴലിൽ നീ ആശ്രയം വയ്ക്ക്. നിന്നെ വിടുവിക്കുന്ന സർവശക്തനായ കർത്താവ്. നീ ഏത് സാഹചര്യത്തിൽ ഇരുന്നു കൊണ്ട് യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചാൽ മതി. അവിടെ ഇറങ്ങി വന്ന് നിന്നെ വിടുവിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ കരം നിന്നെ അന്ത്യം വരെ ചേർത്ത് പിടിക്കുന്ന ആ സർവശക്തനായ കർത്താവിന്റെ കരങ്ങൾ ഏൽപ്പിക്ക്. കർത്താവ് നിന്നെ വിടുവിപ്പാൻ ശക്തനാണ്. ആരുമില്ല എന്ന് ആരെങ്കിലും തേങ്ങുന്നുണ്ടോ? യേശു നിന്നോട് കൂടെയുണ്ട്. ചേർത്ത് പിടിക്കാൻ ആരുമില്ല എന്ന് നീ ഭാരപ്പെടുന്നുണ്ടോ? യേശു നിന്നോട് കൂടെയുണ്ട്. വഴി കാണിക്കുന്ന യേശു, നിന്നെ മറച്ചു പിടിക്കുന്ന യേശു, പ്രശ്നങ്ങളെ നിന്നെ താങ്ങുന്ന കർത്താവ് നിന്നോട് കൂടെയുണ്ട്. എന്നോടൊപ്പം പ്രാർത്ഥിക്കുക. പരിശുദ്ധ കർത്താവേ, ഈ ശബ്ദം കേൾക്കുന്ന ജനത്തിനായി സ്തോത്രം. ആരുമില്ല, ആശ്രയമില്ല എന്ന് പറഞ്ഞ് ഭാരപ്പെടുന്നു, തേങ്ങുന്നവർ, ആരുടെയും സഹായമില്ലാതെ ഒറ്റപ്പെട്ടവരായി ഭാരപ്പെടുന്നവർ, അവരെ ഹൃദയങ്ങൾ ആശ്വസിപ്പിക്കണം. പുതുവഴികളെ തുറക്കണം. അങ്ങയുടെ ചിറകിന്റെ മറവിൽ അവരെ ചേർത്ത് പിടിക്കണം. പ്രതികൂലങ്ങൾ അവർ നീക്കുമാറാകണം. സംരക്ഷണത്തിന്റെ കോട്ടയ്ക്കകത്ത് അവരെ ചിറകിന്റെ മറവിൽ മറച്ച് സൂക്ഷിക്കുന്നതിനായി സ്തോത്രം. ഈ ജനത്തെ ഞാൻ അനുഗ്രഹിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.